പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ജഡിക പാപത്തിൽ വീണാൽ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒരു വ്യക്തി ജഡിക പാപത്തിൽ വീണാൽ എന്തു സംഭവിക്കും? ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി ജഡികാസക്തിയിൽ വീണ് കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെയും ദേശത്തെയും നശിപ്പിക്കും. ഹല്ലേലൂയ. നമ്മൾ യൂദാസിൻ്റെ ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം, യൂദാസ് 1:7, അവിടെ നമ്മൾ പ്രകാരം കാണുകയാണ്: അതുപോലെ തന്നെ സോദോമിനെയും ഗൊമോറയെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും മുഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട നമുക്കറിയാം, സോദോം ഗൊമോറ നശിപ്പിക്കപ്പെടാൻ കാരണം, ചുറ്റുപാടുള്ള ദേശം നശിപ്പിക്കപ്പെടാൻ കാരണം ഈ വലിയ പാപമാണ്, ജഡികാസക്തിയുടെ മേഖലയാണ്. അത് വചനം പറയുകയാണ്, ജഡികാസക്തിയിൽ നിബന്ധിച്ചു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെയും ദേശത്തെയും ഒന്നാമതായിട്ട് നശിപ്പിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യമാണ്, ഒരു വ്യക്തി ജഡിക പാപത്തിൽ വീഴുമ്പോൾ അവന് ദൈവത്തിൻ്റെ ജ്ഞാനം നഷ്ടപ്പെടുന്നു, ദൈവിക ജ്ഞാനം അവന് നഷ്ടപ്പെടുന്നു. 2 കൊറിന്തോസ് 4-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ, അവിടെ നമ്മൾ പ്രകാരം കാണുകയാണ്: ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. വചനം പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ആത്മാവ് അവരെ അന്ധമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഇങ്ങനെ ജഡീയഭാവത്തിൽ വീണ് കഴിഞ്ഞാൽ അവന് ദൈവിക ജ്ഞാനം, ദൈവത്തിന് വലിയൊരു അനുഗ്രഹം അവന് നഷ്ടപ്പെടുന്നു. നല്ലത് ഏത് ചീത്ത എന്നുള്ള പരിജ്ഞാനം അവന് നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ജഡിക പാപം ചെയ്യുമ്പോൾ മൂന്നാമത്തെ കാര്യം സംഭവിക്കുന്നതാണ്, അവരുടെ ആന്തരിക നേത്രങ്ങൾ അന്ധമായിത്തീരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മളൊന്ന് കണ്ണുകൾ ഓടിക്കുമ്പോൾ നമ്മൾ പ്രകാരം അവിടെ കാണുന്നു. ഉൽപ്പത്തി 19:14. ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു: എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം കഴിക്കാൻ വന്നവരെ പറയുകയാണ്, നിങ്ങളിപ്പോൾ തന്നെ നഗരം വിട്ടു പോവുക, ദേവി നഗരം നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ അവരൊരു തമാശയായിട്ടാണത് കരുതിയത്. അവരുടെ ആന്തരിക നേത്രങ്ങൾ അന്ധമായി തീർന്നു. നമ്മൾ തിന്മയുടെ മേഖലയെ ചരിക്കുമ്പോൾ നമ്മുടെ ആന്തരിക നേത്രങ്ങളും അന്ധമായി തീരും. അങ്ങനെയുള്ളവർക്ക് കുർബാനയ്ക്ക് താല്പര്യമില്ല, കൂദാശയോട് താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാത്തൊരു മന്ദിപ്പ് അല്ലെങ്കിൽ ഒരു മന്ദത ജീവിതത്തിൽ അനുഭവിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ജഡീയഭാവത്തിൻ്റെ കെട്ടിൽ കഴിയുന്നവർക്ക് മറ്റൊരു കാര്യം സംഭവിക്കുക, അവർക്ക് ദൈവസന്നിധിയിലേക്ക് തിരികെ പോകാൻ സാധിക്കുകയില്ല. ഹോസിയ പ്രവചനം 5-ാം അധ്യായം 4-ാം തിരുവചനം, അവിടെ നമ്മൾ പ്രകാരം വായിക്കുന്നു. ഹോസിയ 5:4: തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു, അവർ കർത്താവിനെ അറിയുന്നുമില്ല. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഈ തിന്മയുടെ കെട്ടിൽപ്പെടുന്നവർക്ക് ദൈവസന്നിധിയിലേക്ക് തിരികെ പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ കെട്ടിൽ നിന്ന് നമ്മൾ പുറത്തു വരണം, വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. അതാണ് ദൈവം നിന്നെയും എന്നെയും പറ്റിയും ആഗ്രഹിക്കുക, വിശുദ്ധനായിത്തീരുക. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.